സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതാണ് നടക്കുന്നത്. അതായത് കൃഷിനെ അപായപ്പെടുത്താൻ ബലരാമൻ 2 ഗുണ്ടകളെ അയക്കുന്നുണ്ടെങ്കിലും കൺമണി കൃഷിന് ഒരാപത്തും വരാതെ സംരക്ഷിക്കുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അതായത് കൺമണിക്ക് കൃഷിന് പകരം പരിക്കേൽക്കുകയാണ് കേട്ടോ. കൺമണിയുടെ കൈക്കാണ് വെട്ടേൽക്കുന്നത്, മുറിവുണ്ടാകുകയാണ്. ഇത് കണ്ടപ്പോൾ കൃഷ്ണ ആകെ സങ്കടമാവുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്. പതുക്കെ കൺമണിയുടെ കൈ പിടിച്ച് അവൻ പ്രണയപൂർവ്വം ആ മുറിവിലെ ബ്ലഡ് ഒക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം കൃഷ് പറയുന്നുണ്ട് കൺമണിയോട്, ഇതപ്പോൾ എന്നെ രക്ഷിക്കാനായി സ്വയം ബലിയാടായതല്ലേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൺമണിക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്. ഇത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ബലരാമനോട് ഭാഗ്യേട്ടത്തിന്ന് കൃഷ്ണനെ കൊല്ലാൻ ആളെ അയച്ചില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവൾ എപ്പോഴും ബലരാമനെ ശ്രദ്ധിച്ചുകൊണ്ടും കൺമണിയുടെയും കൃഷിന്റെയും പിന്നാലെയുണ്ട്. എന്നാൽ ഇത്തവണ അവൾക്കതിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൾ ചോദ്യം ചെയ്യുന്നത്. ഏട്ടൻ ചെയ്യുന്നത് വലിയ ക്രൂരതയാണെന്നും ഭാഗ്യ ബലരാമനോട് പറയുന്നുണ്ട്. ബലരാമൻ ഒന്നും അറിയാത്തവനെ പോലെ ഏത് കൃഷി എങ്ങനെ എപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ഓരോന്നിനിറങ്ങിയാൽ ഏട്ടനെ തന്നെയാണ് എല്ലാം നഷ്ടപ്പെടുക. ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിക്കാനൊക്കെ ഭാഗ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബലരാമനോടായിട്ട്. ഇതേ സമയം ബലരാമന്റെ കണ്ണുകളും നിറഞ്ഞു പോവാണ് കേട്ടോ. കാരണം അയാളുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. സുമിത്രയുടെ വാക്ക് കേട്ട് അവരോടുള്ള കടപ്പാട് കൊണ്ടാണ് കേട്ടോ അയാൾ തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നത്. ഇതേ സമയം കൺമണി കൃഷിനോട്, കൺമണി സൂക്ഷിക്കണം സാർ എന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ എന്തിനു സൂക്ഷിക്കണം എന്ന് കൃഷി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നെ സൂക്ഷിക്കാനും എനിക്ക് എന്തെങ്കിലും അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞതിന് ശേഷം എന്നെ സംരക്ഷിക്കാൻ എൻ്റെ കൺമണി ഉണ്ടല്ലോ എന്ന് പറയാണ് കേട്ടോ കൃഷ്. ഇതേ സമയം കൺമണിയാണെങ്കിൽ ഇങ്ങനെ കൃഷ്ണനെ തന്നെ നോക്കി നിൽക്കാണ്. പെട്ടെന്ന് കൃഷ് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇതേ സമയം എനിക്ക് എൻ്റെ കൺമണിയുണ്ട്, അത് മാത്രം മതി എനിക്ക്. താങ്ക് യു കൺമണി, എന്നെ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ കൃഷ് പറയുന്നത് കേട്ട് കൺമണിക്കും സങ്കടാവാണ് കേട്ടോ ചെയ്യുന്നത്. കൺമണിയും കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.